ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഒരു ഭാഗത്ത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മറുഭാഗത്ത് യുദ്ധം തുടരുന്നു. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളുടെ മുൻപിൽ കാത്തുനിന്നവർക്കെതിരെ ഇസ്രായേലി പട്ടാളം വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണ വിതരണം നടത്തുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഈ ആരോപണം നിഷേധിക്കുന്നു. ഹമാസ് അപവാദ പ്രചരണം നടത്തുന്നു എന്നാണ് ഈ സംഘടന ആരോപിക്കുന്നത്. എന്നാൽ ആക്രമണത്തിൽ 30 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും ദൃക്സാക്ഷികളും സാക്ഷ്യപ്പെടുത്തുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വന്ന വാഹനങ്ങൾ ഗാസയുടെ പല ഭാഗങ്ങളിലും വച്ച് കൊള്ളയടിക്കപ്പെട്ടു. വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന മരുന്നുകളും ഭക്ഷണ സാധനങ്ങളുമാണ് കൊള്ള ചെയ്യപ്പെട്ടത്. ഭക്ഷണ സാധനങ്ങൾക്കായി ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ കൊള്ള ചെയ്യപ്പെടുന്നു എന്നത് ഗാസ നിവാസികൾ അനുഭവിക്കുന്ന രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ നേർചിത്രമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുമ്പോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേൽ സ്വീകരിച്ചു. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളിൽ 10 പേരെയും അന്തരിച്ച 18 പേരുടെ മൃതശരീരവും ഇസ്രായേലിന് കൈമാറണം. ഈ വർഷം മാർച്ച് 2 യുദ്ധം വീണ്ടും ആരംഭിച്ചപ്പോൾ നിലയുറപ്പിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം പിന്മാറണം. ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ ആണ്. ഇതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരും. ഈ നിർദ്ദേശങ്ങളെ ഹമാസ് പൂർണ്ണമായും നിരാകരിച്ചിട്ടില്ല. ഇസ്രായേലി സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണം, ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങളെ ഗാസയിലേക്ക് കടത്തിവിടണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ കൂടാതെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയുടെ പ്രതിനിധി വിറ്റ്കോഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് സൗത്ത് കൊറിയയുടെ സ്ഥാനാർത്ഥി ലീ ജെയ് മ്യൂങ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പീപ്പിൾസ് പവർ പാർട്ടിയുടെ യൂൺ സിക്കിയോൾ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2022 2 വർഷത്തിനു ശേഷം ഇദ്ദേഹം പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. പാർലമെന്റ് ഈ നടപടി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് നടന്ന കുറ്റവിചാരണയുടെ ഫലമായി പ്രസിഡന്റിന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. പ്രസിഡന്റിനെ പിരിച്ചുവിട്ടതുകൊണ്ടാണ് കാലാവധിക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. അമേരിക്കയുടെ വ്യാപാര പങ്കാളിയാണ് ദക്ഷിണ കൊറിയ. മറ്റു രാജ്യങ്ങൾക്കൊപ്പം കൊറിയൻ ഉൽപ്പന്നങ്ങളുടെ നികുതിയും ട്രംപ് വർദ്ധിപ്പിച്ചു. ചർച്ചകൾ നടത്തി നികുതി നിരക്കിൽ മാറ്റം വരുത്താനായി 90 ദിവസത്തേക്ക് ഈ വർധനവ് അമേരിക്ക നടപ്പാക്കിയില്ല. രാഷ്ട്രീയ അനിശ്ചിതത്വം മൂലം ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ ദക്ഷിണ കൊറിയയ്ക്കു കഴിഞ്ഞില്ല. രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവായതോടെ വ്യാപാര പ്രതിസന്ധിയും അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകാധിപത്യ സ്വഭാവമുള്ള റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് മംഗോളിയ. MPP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മംഗോളിയൻ പീപ്പിൾസ് പാർട്ടിയാണ്
ഭരണകക്ഷി. 2021 തിരഞ്ഞെടുപ്പിൽ ഈ കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല. മറ്റു കക്ഷികളെ കൂടി ഉൾപ്പെടുത്തി കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് രൂപീകരിച്ചത്. പ്രധാനമന്ത്രി ON എർഡോഗനെതിരെ 2022 ജനകീയ സമരം ആരംഭിച്ചു എങ്കിലും അതൊക്കെ അതിജീവിച്ച് ഇദ്ദേഹം ഭരണത്തിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ സമരം വീണ്ടും ശക്തമായി. ഈ അവസരത്തിൽ നടത്തിയ വലിയ ധൂർത്താണ് സമരക്കാർ ചൂണ്ടിക്കാട്ടിയത്. സാധാരണ കുടുംബ പശ്ചാത്തലമുള്ള ON എഡ്വേർഡ് അഴിമതിയിലൂടെ സമ്പാദിച്ച പണമാണ് മകൻ്റെ വിവാഹ നിശ്ചയത്തിന് ചെലവഴിച്ചത് എന്നാണ് സമരക്കാർ ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയം പരാജയപ്പെടുകയും ചൊവ്വാഴ്ച പ്രധാനമന്ത്രി രാജിവെക്കുകയും ചെയ്തു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. റഷ്യയുടെ പ്രതിനിധി പുതിയ നിർദ്ദേശങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് ഇസ്താംബൂളിൽ വെച്ച് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അധികാരം ലഭിച്ചാൽ 24 മണിക്കൂറിനകം ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നത് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ആയിരുന്നു. 5 മാസം കഴിഞ്ഞിട്ടും യുദ്ധം തുടരുന്നത് ട്രംപിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നില്ല എന്ന ആരോപണവുമുണ്ട്. റഷ്യക്കെതിരെയുള്ള ഉപരോധവും ഉക്രൈൻ നൽകുന്ന സഹായവും വർദ്ധിപ്പിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനനുകൂലമായി പ്രതികരിക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല. റഷ്യക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാതെ ഇനി ട്രംപിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഉക്രൈൻ നിരുപാധികം കീഴടങ്ങുന്നതിന് തുല്യമായ വ്യവസ്ഥകളാണ് പുടിൻ ഉന്നയിച്ചിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം അമേരിക്കയുടെ പ്രതിനിധി വീറ്റോ ചെയ്തു. 15 അംഗങ്ങളുള്ള സുരക്ഷാ സമിതിയിലെ UK-യും ഫ്രാൻസും അടക്കമുള്ള 14 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. അടിയന്തരമായി നിരുപാധികം വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഈ പ്രമേയത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. ഹമാസിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന നിലപാടാണ് ആദ്യം മുതൽ തൻ്റെ രാജ്യം സ്വീകരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ പ്രതിനിധി വിശദീകരിച്ചത്. ഹമാസ് എന്ന ഭീകര സംഘടനയെ നിരായുധീകരിക്കാതെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയില്ല. ഇക്കാര്യം പ്രമേയത്തിൽ പരാമർശിച്ചിട്ടേയില്ല എന്നും അമേരിക്കയുടെ പ്രതിനിധി ലിൻഡ തോമസ് ചൂണ്ടിക്കാട്ടി. പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് പ്രവേശനാനുമതി നിഷേധിക്കുന്ന ഉത്തരവിൽ വ്യാഴാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ജൂൺ 9 മുതൽ ഹെയ്ത്തി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി 12 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അമേരിക്കയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരെ മാത്രമാണ് ഈ ഉത്തരവിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. സാമാന്യ ബുദ്ധി അനുസരിച്ചുള്ള തീരുമാനം എന്നാണ് ഈ ഉത്തരവിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. വിദേശ പൗരന്മാർ പ്രതികളാകുന്ന കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് ഈ നടപടിക്ക് അമേരിക്ക നൽകുന്ന വിശദീകരണം. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനായി
ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടത് എല്ലാ ഭരണത്തലവന്മാരുടെയും ഉത്തരവാദിത്വമാണ്. ഒന്നോ രണ്ടോ വ്യക്തികൾ അതിക്രമം കാട്ടിയതിൻ്റെ പേരിൽ അവരുടെ നാട്ടുകാർക്ക് മുഴുവൻ നിരോധനം ഏർപ്പെടുത്തുന്നത് തീർത്തും അസാധാരണമായ ഒരു നടപടിയാണ്. ഏഷ്യയിലെ ഒരു വികസിത രാജ്യമാണ് ജപ്പാൻ. ജനസംഖ്യ ഒട്ടും തന്നെ വർദ്ധിക്കുന്നില്ല എന്നതാണ് ജപ്പാൻ ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഈ ആഴ്ച പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം ജനിച്ച കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ കുറവാണ്. വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല. താങ്ങാനാവാത്ത ജീവിത ചെലവ് മൂലം പല ദമ്പതികളും കുട്ടികളെ ഒഴിവാക്കുന്നു എന്നാണ് പഠനങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ പലരും പ്രയോജനപ്പെടുത്തുന്നില്ല. വൃദ്ധജനങ്ങളുടെ അനുപാതം വർദ്ധിക്കുകയും യുവാക്കളുടെ അനുപാതം കുറയുകയും ചെയ്യുന്നത് ഒരു വെല്ലുവിളിയാണ്. പ്രതിരോധത്തിനുള്ള ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചുവെങ്കിലും ആവശ്യാനുസരണം സൈനികരെ കണ്ടെത്തുക ദുഷ്കരമായി തുടരുന്നു. ജപ്പാൻ മാത്രമല്ല, ചൈന, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും ഈ പ്രതിസന്ധിയുണ്ട്. ഒരു കാലത്ത് ശക്തമായ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന രാജ്യമാണ് ചൈന. നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എങ്കിലും ചൈനയിൽ ഇപ്പോഴും ജനസംഖ്യാ നിരക്ക് ഉയർന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ എലൻ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദം തകർന്നു. ഞാൻ നിരാശനാണ് എന്ന് പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. രണ്ടാം പ്രാവശ്യം പ്രസിഡന്റായപ്പോൾ ട്രംപ് രൂപം നൽകിയ ഡോജിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും എലൻ മസ്ക് രാജി സമർപ്പിച്ചു. ട്രംപ് അവതരിപ്പിച്ച ഒരു ബില്ലിനോടുള്ള എതിർപ്പ് മൂലമാണ് എലൻ മസ്ക് ട്രംപ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചത്. പ്രതിരോധത്തിനായുള്ള വിഹിതം വർദ്ധിപ്പിക്കുകയും കടമെടുക്കുന്നതിനുള്ള പരിധി ഉയർത്തുകയും ചെയ്യുന്നതാണ് ഈ ബില്ല്. വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി ഇലക്ട്രിക് വാഹന നിർമ്മാണം അടക്കം നിരവധി വ്യവസായങ്ങൾക്കുള്ള നികുതി ഇളവ് പിൻവലിക്കാനാണ് നിർദ്ദേശം. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഈ നികുതി നിർദ്ദേശങ്ങൾ അമേരിക്കയെ തകർക്കും എന്നാണ് എലൻ മസ്കിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നത്. ബില്ലിനെ പരാജയപ്പെടുത്താൻ മസ്ക് നൽകിയ ആഹ്വാനത്തെ നന്ദിയില്ലാത്ത പ്രവൃത്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഗവർണർ ആരിഫ് ഖാന്റെ കാലഘട്ടം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമുട്ടലിൻ്റെ കാലഘട്ടമായിരുന്നു. രാജേന്ദ്ര അലേക്കർ പുതിയ ഗവർണറായി ചുമതല ഏറ്റെടുത്തതോടെ ഈ കാലഘട്ടം അവസാനിച്ചതുപോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. പ്രോട്ടോകോൾ ഒഴിവാക്കി ജന്മദിനാശംസകൾ നേരാനായി ഗവർണർ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി. രാജ്ഭവൻ സന്ദർശനം ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്ന മുഖ്യമന്ത്രി പല പ്രാവശ്യം പുതിയ ഗവർണറെ സന്ദർശിച്ചു. ഈ വർഷം നടന്ന ആഗോള പരിസ്ഥിതി ദിനാഘോഷങ്ങളിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും പൊതുവേദിയിൽ പ്രകടമായി. സംസ്ഥാന സർക്കാരിന് മാത്രമല്ല, ഗവർണർക്കും രാഷ്ട്രീയമുണ്ട്. തന്മൂലം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഭരണഘടന അനുസരിച്ചാണ് ഇരു കൂട്ടരും പ്രവർത്തിക്കേണ്ടത്. നിയമപരമായി തടയാൻ കഴിയാത്ത വിഷയങ്ങൾ തിരിച്ചറിയുകയും അവ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് അഭികാമ്യം. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.